കൊറിയൻ BTS അതിൻ്റെ സംഗീതം യൂട്യൂബിൽ കണ്ട 3 പെൺകുട്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് കൊറിയയ്ക്ക് തിരിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കുട്ടികൾ അവരെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്. അവരേറ്റവും കൂടുതൽ ഡാൻസും പാട്ടുമാണ് ശ്രദ്ധിക്കുന്നത്. 8ാം ക്ലാസ്സിൽ തമിഴ്നാട്ടിൽ പഠിക്കുന്ന 3 കുട്ടികൾ 13 വയസ്സേ ഉള്ളൂ. അവർ യൂട്യൂബിലൊക്കെ പ്രവേശിച്ചു. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊറിയൻ BTS ബാൻഡ് ആ സംഗീതം അവരെ ഭ്രമിപ്പിച്ചു. ആ കുട്ടികൾ 3 പേരും അതിൽ ആകൃഷ്ടരായി. നമുക്കറിയാം, ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 37 മില്യൺ ആൾക്കാർ കാണുന്ന ഒരു സംഗീത ബാൻഡാണ്. കൊറിയയിലെ 7 കുട്ടികൾ കൂടി 2010 അവർ തുറന്നുവിട്ട കൊറിയൻ BTS എന്ന ബാൻഡ്. ലോകത്തിലെ മുഴുവൻ കുട്ടികളും ആകർഷിക്കപ്പെടുന്നുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ആ സംഗീതത്തിൻ്റെ അത് അവരെല്ലാം ക്യാച്ച് ചെയ്യും. രണ്ടാമത് അവർ റിഥം, ആ സംഗീതത്തിൻ്റെ ആട്ടിൻ്റെയും പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ആ റിഥം, താളബോധം, അവരുടെ പെർഫോമൻസ്, ഇത് സോഷ്യൽ മീഡിയയിൽ ലോകം മുഴുവനുള്ള കുട്ടികൾ കാണുകയാണ്. തമിഴ്നാട്ടിലെ ഈ 3 കൊച്ചുങ്ങൾ ഇത് കണ്ടിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും അവരെ കാണണം, കൊറിയ വരെ പോകണം. സാധുക്കളാണ്. 3 പേരും കൂടെ 14,000 രൂപ സംഘടിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് പറയാതെ അവർ ട്രെയിൻ മാർഗം അവരെ വിശാഖപട്ടണത്ത് നിന്ന് കൊറിയയ്ക്ക് പോകാൻ കപ്പലിൽ പോകാനാണ്. 14,000 രൂപയേ ഉള്ളൂ. അപ്പം കപ്പലിൽ പോകാം എന്ന് കരുതി വീട്ടിൽ നിന്ന് തിരിച്ചു. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ അവർ ചായ കുടിക്കാനൊന്ന് ഇറങ്ങി. അപ്പം ട്രെയിൻ വിട്ടുപോയി. റെയിൽവേ സ്റ്റേഷനിൽ 3 കുട്ടികളെ കണ്ടു. സംശയം തോന്നിയ റെയിൽവേ പോലീസ് അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു. അങ്ങനെയാണ് മനസ്സിലായത് കുട്ടികൾ ഈ കൊറിയൻ സംഗീതത്തിൽ ആകൃഷ്ടരായി അവർ വീട്ടിൽ വിട്ട് ഇറങ്ങിപ്പോയി എന്ന് പോലീസിന് മനസ്സിലായത്. ഇവർക്ക് അവരെ കൗൺസിലിംഗും വിധേയമാക്കി. ഏതായാലും ഉടൻ തന്നെ, കാരണം മടങ്ങിപ്പോകണം. കുട്ടികൾ മൈനറാണ്, 13 വയസ്സേ ഉള്ളൂ. നല്ല സ്മാർട്ട്, നല്ല ബുദ്ധിയുള്ള കുട്ടികൾ തന്നെ. പക്ഷേ ആ കൊറിയൻ ബീറ്റിൽ ആ സംഗീതത്തിൻ്റെ ആ റിഥമിക്കായിട്ടുള്ള ആ ചടുലമായ നീക്കവും എല്ലാവരും ആകർഷിക്കുന്ന സംഗീതവും കണ്ട് കുട്ടികൾ ഭ്രമിച്ച് വീട് വിട്ട് ഇറങ്ങി. വീട്ടുകാരോട് പറഞ്ഞില്ല. അവർ 8ലാണ് പഠിക്കുന്നതെങ്കിലും പരസ്പരം ഒരേ രീതിയിൽ ഇത് കാണുകയും ചിന്തിക്കുകയും ചെയ്തവരാണ്. പക്ഷേ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല, ഈ കൊറിയൻ ബീറ്റ്സ് ബാൻഡ് 2010 തുടങ്ങിയത്. അന്നത് വളരെ കുട്ടികളായിരുന്നു അവർ. പക്ഷേ കൊറിയൻ നിയമം അനുസരിച്ച് അവർ 7 പേര് കൂടി തുടങ്ങിയതാണ്. ആ 7 പേരും അവിടുത്തെ പട്ടാളത്തെ സേവനം അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. കൊറിയയിലെ യങ്സ്റ്റേഴ്സ് അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ പട്ടാളത്തിൽ പോയതിന് ശേഷം 5 വർഷം സേവനം അനുഷ്ഠിച്ച ശേഷം മാത്രമേ, രാജ്യത്തിന് സേവനം കൊടുത്ത ശേഷം മാത്രമേ മറ്റ് ജോലിക്ക് പോകാവുള്ളൂ. ഇപ്പോഴേ ഈ കൊറിയൻ ബീറ്റ്സിലുള്ള 7 പേരും ഇപ്പം പട്ടാള സേവനമാണ്. 2025 കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർ പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അപ്പം തന്നെ അവരുടെ പ്രായം നമ്മൾ ആയിക്കണം. അവർ 10, 17, 18 വയസ്സുള്ളപ്പം തുടങ്ങിയത് ഏകദേശം 15 വർഷത്തോളം അല്ലെങ്കിൽ 14 വർഷത്തും കൂടെ പോയിരിക്കുന്ന അവരുടെ പ്രായം 10, 30, 32 വയസ്സിന് വെളിയിലാണ് എല്ലാവരും. കുട്ടികൾ അവരിൽ ആകർഷമായിട്ട് അവർ പോയിരിക്കുന്നത്. കാരണം ഇതുപോലെയുള്ള ചതിയിൽ ചെന്ന് അല്ലെങ്കിൽ സ്വയം എടുക്കുന്ന മണ്ടത്തരമായ തീരുമാനങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് അപകടം ഉണ്ടാവും. 13 വയസ്സുള്ള 3 പേരും എങ്ങനെ 14,000 രൂപ സംഘടിപ്പിച്ചു എന്നറിയില്ല. പക്ഷേ അവരുടെ ഐഡിയ അതെല്ലാം അവർ ഈ യൂട്യൂബിൽ കൂടെ തന്നെയാണ്. അവിടെ ട്രെയിനിൽ കയറി അവർക്ക് വിശാഖപട്ടണത്ത് ഇറങ്ങാമെന്നും അവിടെ നിന്ന് കപ്പൽ മാർഗ്ഗം അതിൻ്റെ ഫെയർ നോക്കി കപ്പൽ മാർഗ്ഗം അവർക്ക് കൊറിയയിൽ പോകാമെന്നും ഈ സംഗീത ബാൻഡ് നേരിട്ട് ആസ്വദിക്കാവുന്നു, അവരെ പരിചയപ്പെടാവുന്നുള്ള ആഗ്രഹമാണ്. അതാണ് മൈനറായ ഈ 13 പേരുടെയും ഈ 13 വയസ്സുള്ളവരുടെയും ചിന്ത. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഓരോന്നിലും ആകർഷിച്ച് കുട്ടികളൊക്കെ വീട് വിട്ട് പോകുകയും ചെയ്യും. തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്ന അതാണ്. അതുകൊണ്ട് യൂട്യൂബിൽ ഇത് 37 മില്യൺ ആൾക്കാർ കാണുന്ന ഈ സംഗീതം, അത് തീർച്ചയായിട്ടും അത് ഗൂഗിളിൻ്റെ ഡൂഡിൽ ഗെയിം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലാണ് ഇത് കാണിക്കുന്നത്. ആദ്യമായിട്ട് കൂടുതൽ നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ച് തുടങ്ങുമ്പം സംഗീതം ഭ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിലിട്ട് ആകൃഷ്ടമായി നമ്മൾ വീട് വിട്ട് പുറകെ ഇറങ്ങിപ്പോകുന്നത്. ഏതായാലും
മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടികൾ പുതിയ പുതിയ ഇതുപോലെയുള്ള മ്യൂസിക് കൺസെർട്ടും ഒക്കെ യൂട്യൂബിൽ വരും. അതൊക്കെ ഒരു മിഥ്യ, അത് വേറെ വല്ല രാജ്യത്തു നിന്നും വരുന്നതാണ്, ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് അതുപോലെ ഉണ്ടാക്കിയതാണ്. ഇതൊന്നും പകുതി മുക്കാലും യാഥാർത്ഥ്യമല്ല എന്ന് അതുങ്ങൾ മനസ്സിലാക്കണം. അവർ ആസ്വദിച്ചോട്ടെ, യൂട്യൂബ് നോക്കി ആസ്വദിച്ചോട്ടെ. ഇതുപോലുള്ള വെട്ടിൽ ചെന്ന് ചാടാതെ അവരും നോക്കണം, കുട്ടികളും നോക്കണം, മാതാപിതാക്കളും നോക്കണം.